തലത്തിലേക്ക് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇത്തരത്തിലൊരു സംവാദം ഒരുപക്ഷെ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കിയിടത്തോളം ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നേരത്തെ ഇവിടെ ശ്രീ ജ്യോതിഷ് പറഞ്ഞതുപോലെ ഇതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ PTA പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതിൻ്റെ നല്ലൊരു ശതമാനവും ഉത്തരവാദിത്വം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ 35-ാം ജില്ലാ സമ്മേളനവും 35-ാം സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് വർക്കലയിൽ സുരക്ഷിത ഭവനം സുരക്ഷിത സമൂഹം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംവാദ പരിപാടി വർക്കലയുടെ MLA അഡ്വക്കേറ്റ് V. ജോയി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഓഫീസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ നടുക്കിയ ചില സംഭവങ്ങൾ നടന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെഞ്ഞാറമൂടിലാണ് നമ്മൾ എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത ഒരു സംഭവം നടന്നു. 5 പേരെ കൊലപ്പെടുത്തുന്ന, ഒരാൾ തന്നെ കൊലപ്പെടുത്തുന്ന, അതും ഒരു 1.5 മണിക്കൂറിനിടയിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സംഭവിച്ചു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു അനുജൻ, അവൻ എങ്ങനെയാണ് ഇത്രയും തീവ്രമായി ഉമ്മയെ കൊല്ലാൻ ധൈര്യം വരുന്നത്? ഉമ്മയെ കൊല്ലാൻ ധൈര്യം. നഗരസഭാ കൗൺസിലർ KM ലാജി, തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശനൻ IPS, കൊല്ലം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് തുടങ്ങിയവർ സംവാദത്തിന് നേതൃത്വം നൽകി. എന്തായാലും ഇത്രയും നല്ല ഒരു പ്രോഗ്രാം, ഇത്രയും നമ്മുടെ ഇപ്പോഴത്തെ ആനുകാലിക പ്രസക്തിയുള്ള ഈ ഒരു സംഭവം ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ഞാൻ കഴിഞ്ഞ 2.5 മാസമായിട്ടാണ് ഇവിടെ ജില്ലാ പോലീസ് മേധാവിയായിട്ട് ചാർജ് എടുക്കുന്നത്. തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ ക്രൈം റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യമാണ്. അത് അധികവും ഈ ഭവനങ്ങളിൽ നിന്നുള്ള കേസുകളാണ് കൂടുതൽ. ഇത് മർഡർ കേസുകളാണെങ്കിലും അല്ലെങ്കിൽ കൊലപാതക ശ്രമ കേസുകളാണെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കൗൺസിലിൽ വെച്ച് പറയുകയുണ്ടായി, ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മാത്രം ആത്മഹത്യാ നിരക്കുകൾ ഒരുപാട് കൂടുതലാണ്. ഞാനൊരു പഠനം നടത്തി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മാത്രം 56 ആളുകളാണ് ആത്മഹത്യ ചെയ്തത്. ഈ വർഷം നമ്മുടെ കുട്ടികളുടെ അടുത്ത് നോക്കുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള 8 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യാ നിരക്കുകൾ കൂടുന്നു, ക്രൈംസ് വർദ്ധിക്കുന്നു. ഇത് ചെറുക്കേണ്ടത് സമൂഹത്തിൻ്റെ വലിയൊരു ബാധ്യതയാണ്. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യമാണ്. ഒന്ന്, അനുകരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇൻഫർമേഷൻ വന്നു, ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഒരാളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് വിവരം കിട്ടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ഏതാണ്ട് ഒരു 15-16 വയസ്സ് പ്രായമുണ്ട്. അവൻ മർദ്ദനത്തിന് അടിമപ്പെട്ട് അതിഭീകരമായി ചോരയിൽ കുടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്തൊരു അംബാസഡർ കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവനെ നമ്മൾ കസ്റ്റഡി എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാം, ഈ പയ്യൻ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരാൾ ടീച്ചറും ഒരാൾ ലെക്ചറുമാണ്. അപ്പോൾ അവരുടെ ഏക മകനാണ്. ഇവനൊരു കനേഡിയൻ സിനിമ കണ്ടിട്ട്, അപ്പോൾ അതിൽ ഒരു കിഡ്നാപ്പിംഗ് രംഗുന്നുണ്ട്. ഒരു ഡ്രൈവറെ തോക്ക് ചൂണ്ടി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം. ഈ സംഭവം അവൻ അനുകരിച്ചതാണ്. തൃശ്ശൂരിൽ നിന്ന് ഇത് അനുകരിക്കാൻ വേണ്ടി ഒരു ടാക്സി വണ്ടി വാടകയ്ക്ക് എടുത്തു. ഇവൻ ബാക്ക് സീറ്റിൽ കയറി. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൾ, ഒരു ടോയ് പിസ്റ്റളായിരുന്നു. ഈ ടോയ് പിസ്റ്റൾ എടുത്തിട്ട് ഈ ഡ്രൈവറുടെ തലയുടെ പുറകിൽ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, വണ്ടി പിന്നെ നേരെ തെക്കോട്ട് പോട്ടെ,
വടക്കോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ കറക്കി ഏതാണ്ട് 100 കിലോമീറ്ററോളം അവനെ കറക്കിയതിന് ശേഷം ചാലക്കുടി KSRTC സ്റ്റാൻഡ് അവിടെ എത്തി. ആ സമയത്ത് ഡ്രൈവർ ഏതാ ശരിക്കുള്ള തോക്കാണ്, ശരിക്കുള്ള കിഡ്നാപ്പിംഗ് ആണ്. ഡ്രൈവർ ബസ് സ്റ്റാൻഡ് കണ്ട സമയത്ത് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പിടിച്ച് കയറിയത്. അവിടെ കയറി അപ്പോഴേക്കും ആളുകളൊക്കെ കൂടി ഈ കുട്ടിയെ പിടിച്ച്, പിന്നെ കുട്ടിയെന്നപ്പോൾ അറിയില്ലല്ലോ. ആ സമയത്ത് വരുന്ന തീവ്രവാദി എന്ന് വിചാരിച്ചാണ് കുട്ടിയെ മൃഗീയമായി മർദ്ദിച്ചു. ഭാഗ്യത്തിനവൻ മരിച്ചു പോയില്ല, പല്ലൊക്കെ പോയി. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ഇങ്ങനെയുള്ള സിനിമകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഈ കുട്ടികളെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ ഓരോ സംഭവങ്ങളും നോക്കിയാലും ഒരു സിനിമ കാണണമെങ്കിൽ അത് വില്ലൻ കഥാപാത്രമാണ് ശരിക്കും ആ സിനിമ അവസാനിക്കുന്നത് വരെ ഇറങ്ങി നിൽക്കുന്ന ഹീറോ. അവസാനമാണ് ഈ വില്ലൻ മരണപ്പെടുന്നത്. അതുവരെ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള അന്ധമായുള്ള അനുകരണം എന്ന് പറയുന്നത് വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രദേശത്ത് വിവിധ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു ആശംസാ പ്രസംഗം ഈ അവസരത്തിൽ അനുകൂലമാണ്. ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ സദുദ്ദേശം ഇപ്പോൾ MLA പറഞ്ഞു നിർത്തിയ നമ്മുടെ സമൂഹത്തെ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരെയും യുവതയും ഇല്ലായ്മ ചെയ്യുന്ന വലിയൊരു വിപത്തിനെതിരെയാണ് കേരളത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് രാവിലെ മൊബൈലിൽ വാട്സപ്പ് നോക്കിയവരുടെ കൈ നോക്കിയേ. ഇന്നലെ വൈകിട്ട് ശനിയാഴ്ച സീരിയലുകളുണ്ടോ? ഇന്നലെ വൈകിട്ട് സീരിയലുകൾ കണ്ടവരുടെ കൈ നോക്കിയേ. ആരും ഒക്കില്ല. ഇത് കുഴപ്പത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ ഒരു ദിവസമായിരുന്നു ഇന്നലെ കേട്ടോ, കുട്ടിയോട് കുറഞ്ഞത് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ അവന്റെ പഠനത്തെ കുറിച്ച് ചോദിച്ച മാതാപിതാക്കൾ കൈ പൊക്കണ്ടാക്കി. ഞാൻ പറയൂല, ആരും പൊക്കില്ല, മനസ്സിലെങ്കിലും ചിന്തിച്ചു. പിള്ളേരോട് ഇപ്പൊ ചോദിച്ചാൽ അവർ പറയും ഞാൻ ചെയ്യുന്നില്ല. ആ പിറകോട്ട് പോയ വിഷയത്തിന് നീ കഴിഞ്ഞ ആഴ്ച ഇന്നലെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചവര് കൈവക്കും. മോൻ നീ ഓക്കെ അല്ലേ എന്നൊരാൾ ചോദിച്ചായിരുന്നു. എനിക്ക് കുഴപ്പക്കാരനായിട്ട് നായകനല്ലേ, അയാളെ നമ്മുടെ തെറി വിളിച്ചോണ്ടിരുന്നു. ആരാ ഇവിടെ ആവേശത്തിലെ ഫാഫ എന്ന് പറഞ്ഞാൽ അറിയാമോ? മാതാപിതാക്കളോടാണല്ലോ സംസാരിക്കുന്നത്. ഇത് കണ്ട, ഈ സാധനം കണ്ട കൈ, ഇതിന്റെ അർത്ഥം അറിയാവുന്ന മാതാപിതാക്കൾ കൈ കൊടുക്കും. ഇതിന്റെ അർത്ഥം അറിയാവുന്ന അത് കുഴപ്പമൊന്നുമല്ല. പിള്ളേര് ചിരിക്കുന്നു, പിള്ളേർക്ക് മനസ്സിലായി. നമ്മളറിയാം വൈബാ മക്കളെ, നമ്മള് വൈബാണ് കേട്ടോ, പൊളി കൈ കൊടുത്ത്. ഇതിന്റെ അർത്ഥം അറിയാവുന്നവര് കുട്ടികള് നിനക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിടാ കൈ കൊടുത്ത്. ഇതിന്റെ അർത്ഥം അറിയാവുന്ന പിള്ളേർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. എന്താ അതിന്റെ അർത്ഥം? നല്ല പിടിയുണ്ടാ? ഇത്ര ഉള്ളൂ. കുട്ടികൾ അറിയാവുന്ന കുട്ടികളുടെ ഭാഷയായിരുന്നു. ഒരു നിയോജന്റെ അടുത്ത് ചിരിക്കുന്ന അറിയായിരുന്നു, കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികളെ അറിഞ്ഞുകൂടാന്നല്ല, നമ്മൾ കുട്ടികളെ അറിയാൻ ആരുടെങ്കിലും മൊബൈൽ എനിക്ക് തരാൻ ധൈര്യം ഉണ്ടാകും. നിങ്ങളുടെ മൊബൈൽ എന്നെ കാണിച്ചാൽ നിങ്ങളുടെ ജീവിതം കാണിക്കും. നിങ്ങളെക്കുറിച്ച് അറിയാവുന്നതിനെ കണ്ടു കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ കൈവക്കുന്നു. ഈ കൈ പൊക്കിയവരിൽ ഇൻസ്റ്റ ഉള്ളവർ കൈവക്കും. സ്നാപ്പ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രശേഖരൻ ചടങ്ങിൽ മോഡറേറ്ററായി. KPI സംസ്ഥാന പ്രസിഡന്റ് R പ്രശാന്ത്, റൂറൽ ജില്ലാ പ്രസിഡന്റ് KL നിശാന്ത്, ജില്ലാ സെക്രട്ടറി RK ജ്യോതിഷ്, KPA റൂറൽ
ജില്ലാ സെക്രട്ടറി GV വിനു, B ജ്യോതിലാൽ, അഡ്വക്കേറ്റ് BS ജോസ്, ലിജോ ടോം ജോസ്, ഷിജിമോൾ, S ഉണ്ണികൃഷ്ണൻ, ലിയോൺസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.